ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. നമ്മളുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഭരണമാറ്റങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതായത് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ അവിടുന്ന് തുരത്തി ഓടിച്ചിട്ട് നമ്മളുടെ എന്താ പറയുക ജിഹാദി പ്രസ്ഥാനങ്ങൾ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയും യൂനസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വ്യക്തി, നമുക്കറിയാം, നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻ്ററീം അല്ലേ, ഒരു ഭരണാധികാരിയായിട്ട് അവിടെ ഭരണത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പം ബംഗ്ലാദേശ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലുള്ള കനത്ത തിരിച്ചടികളാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ഇതിനിടയ്ക്ക് നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ളൊരു പോയിന്റ് പറയാം. നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന ഏത് സംഭവവും, ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യമായാലും പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഈവൻ ശ്രീലങ്ക ആയാലും ശരി, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതൊക്കെ നമുക്ക് ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് ഏത് സംഭവ വികാസങ്ങൾ ഏത് രാജ്യത്ത് നടക്കുന്ന, കാരണം പ്രത്യേകിച്ച് ലോകത്ത് ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ കുറേ ഉണ്ട്. അതിപ്പം ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സൗദി, ഇങ്ങനെ വരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം ഈ രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള രാജ്യങ്ങളാണെന്നല്ല പറയുന്നത്, പവർഫുൾ ആയിട്ടുള്ള നേഷൻസ് ആണെന്നല്ല പറയുന്നത്. ജിയോ പൊളിറ്റിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ ജിയോ പൊളിറ്റിക്കലി സ്ട്രാറ്റജിക്കലി തന്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ രാജ്യത്ത് നടക്കുന്ന എന്തു തന്നെ സംഭവ വികാസങ്ങളും നമുക്ക് ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു വെളിച്ചത്തിൽ മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് പറഞ്ഞാൽ ലോകത്ത് ഇതുപോലുള്ള രാജ്യങ്ങൾ ഏത് തന്നെയായാലും ശരി, ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും ഈവൻ ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും ഏതെങ്കിലും രാജ്യം വളരെ സ്വതന്ത്രമായിട്ട് സാമ്പത്തികമായിട്ട് പുരോഗമിച്ച് വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ രാജ്യത്തെ പിന്നെ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ ശരിക്കുള്ള ഉസ്താദുമാരാണല്ലോ, മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റിലാണെന്ന് നമുക്ക് അറിയാമായിരിക്കാം, എല്ലാവർക്കും അറിയാമായിരിക്കത്തില്ലെങ്കിലും കുറേ ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കാം. കാരണം അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിൻ്റെ. കാരണം ജിയോ പൊളിറ്റിക്സ് ശരിക്കും പടിഞ്ഞാറൻകാരുടെ ഒരു തന്ത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം ഇന്ന് രണ്ടാം ലോക മഹായുദ്ധം മിനിമം ആ കഴിഞ്ഞ കാലഘട്ടം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന, രണ്ടാം ലോക മഹായുദ്ധം ഇല്ല, ഒന്നാം ലോക മഹായുദ്ധ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം മുതൽ നമ്മൾ ഇപ്പം വരെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എംപയറിൻ്റെ കാര്യമാണ് പറയുന്നത്. ബ്രിട്ടീഷ് അമേരിക്ക, ഇപ്പോൾ അമേരിക്ക നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ആ ആംഗ്ലോ അമേരിക്കൻ അറ്റ്ലാന്റിക് പവേഴ്സ്, അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുള്ള ഡോമിനൻസിലുള്ള ജിയോ പൊളിറ്റിക്സ് ആണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യവും സ്വതന്ത്രമായിട്ട് നിലനിൽക്കുക എന്നുള്ളതും വികസിക്കുക എന്നുള്ളതും അവരുടെ ആഗ്രഹമല്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവർ പല രീതിയിൽ അവരെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് ദശാബ്ദങ്ങളായിട്ട് അറിയാൻ പറ്റും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക്. അപ്പം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിയോ പൊളിറ്റിക്സിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം അല്ലെങ്കിൽ ലക്ഷ്യം ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പിന്നെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഉസ്താദന്മാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. അവരുടെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാം, നട്ടെല്ലാണ്. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ റിസർവ്, ഏകദേശം രാജ്യത്തിൻ്റെ 80% കൂടുതൽ ഫോറിൻ റിസർവ് നേടിക്കൊടുക്കുന്നത് ഈ പറഞ്ഞ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. 84%, ഏകദേശം 84%-ഓളം ഫോറിൻ റിസർവ് അവർക്ക്, എന്നുവെച്ചാൽ അവർക്ക് $100 കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 80 മുതൽ അല്ലെങ്കിൽ 84%, $84 അവരുടെ ഗാർമെൻറ്റ് എക്സ്പോർട്ടിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ബിസിനസ്സുകാരൊക്കെ പറയുന്നത് മുഹമ്മദ് യൂനസ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പ്രതിസന്ധികളും അല്ലെങ്കിൽ കടുത്ത പ്രയാസങ്ങളും നേരിടുന്നതെന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ പൊതുവെ നിലനിൽക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരി തന്നെയാണ്. കാരണം ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സ്റ്റുഡൻറ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും ഹസീനയെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയൊക്കെ ചെയ്തതിനു ശേഷം ഈ മുഹമ്മദ് യൂനസ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ്
പ്രത്യേകിച്ച് ഈ ഒരു ക്രൈസിസ് അവർ ഫേസ് ചെയ്യാൻ ആരംഭിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം വീണ്ടും അവിടെ പട്ടാളത്തിന്റെ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യമൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടും, കാരണം ഇതുപോലുള്ള പിന്നെ ഈ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും ശരി, ജിഹാദി ഗവൺമെന്റുകളായാലും ശരി, ഇതിനെയൊക്കെ ഭരണത്തിൽ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ നശിപ്പിക്കുവാനും ആ രാജ്യത്തിന്റെ വികസനത്തിനെ തടയുവാനും ഒക്കെ തന്നെയാണ് അവർ. അപ്പം അതിനാണ് നമുക്ക് ബംഗ്ലാദേശിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം ബംഗ്ലാദേശിന്റെ ബാക്ക് ബോൺ ശരിക്കും പറഞ്ഞാൽ അക്ഷയക്കനിയാണ് ഗാർമെന്റ് വ്യവസായം. രാജ്യത്തിന്റെ 84% മുകളിൽ അവരുടെ ഫോറിൻ റിസർവ് കറൻസി അവർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ വ്യവസായത്തിൽ നിന്നാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഭരണം സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വ്യവസായങ്ങളും മറ്റു രീതിയിലുള്ള സമ്പദ് മേഖലയൊക്കെ നേരെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിന്റെ ജിഹാദി ഓർഗനൈസേഷന്റെ സ്റ്റുഡന്റ് വിങ്ങിന്റെ പ്രക്ഷോഭത്തിൽ അവരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും അവിടെ സമ്പദ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ആയതുകൊണ്ട് ഈ മേഖലയെ വളരെയധികം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നുണ്ട് വ്യാപകമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തിലെ 76 ഗാർമെന്റ് ഫാക്ടറികളാണ് അടച്ചുപൂട്ടിയെന്ന് പറയുന്നത്. 50,000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടമായി. ഇതൊക്കെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, നമുക്കറിയാവുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്ന വനിതകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചൈനയിലെ ഫാക്ടറികൾ എടുത്തു നോക്കി കഴിഞ്ഞാലും ഇതുപോലുള്ള ഫാക്ടറികളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇവിടെ എല്ലാം സ്ത്രീകളുടെ എണ്ണങ്ങൾ. ഇപ്പോൾ ഈവൻ ഇന്ത്യയിലായാലും തന്നെ ഇതുപോലുള്ള ഗാർമെന്റ് ഫാക്ടറി, ടോയ്സ്, പ്ലാസ്റ്റിക് ടോയ്സ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ മാനുഫാക്ചറിങ് സെക്ടറിലെല്ലാം സ്ത്രീകളുടെ എണ്ണങ്ങൾ വളരെ കൂടുതലായിരിക്കും. ബംഗ്ലാദേശിൽ ഈ ഒരു സെക്ടറിൽ, ഗാർമെന്റ് സെക്ടറിൽ സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പല ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാനമാണ്. അപ്പോൾ ഇതെല്ലാം അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും പോകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഈ പറഞ്ഞ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മേഖല തകർന്ന് തരിപ്പണമാകുകയും അതോടുകൂടി ബംഗ്ലാദേശ് എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥ എന്താണ് തകർന്നടിഞ്ഞ് വീഴുകയും ചെയ്യും. കാരണം $84, $100 $84, അല്ലെങ്കിൽ അവർ 84% ഫോറിൻ റിസർവ് എക്സ്ചേഞ്ച് അവർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഗാർമെന്റ് മേഖലയിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ അയൽ രാജ്യത്തെക്കുറിച്ചുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വേറൊരു രീതിയിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശും ഈ പറഞ്ഞ രീതിയിൽ തന്നെ അവർ സാമ്പത്തികമായിട്ട് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് തടയിടുവാൻ വേണ്ടി ആഗോള ജിയോ പൊളിറ്റിക്കൽ പവേഴ്സ് തീർച്ചയായിട്ടും ഇടപെട്ടു എന്നുള്ള കാര്യം നമുക്ക് ഈ ജിയോ പൊളിറ്റിക്സ് അറിയുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സമയത്ത് ഇന്ത്യയെക്കാളിലും സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു ബംഗ്ലാദേശ് എന്നല്ല. അപ്പം ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നമുക്ക് അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ ഈ രാജ്യം കടുത്ത സാമ്പത്തിക ഇക്കണോമിക് ക്രൈസിസ്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു രാജ്യത്ത് ഇൻസ്റ്റെബിലിറ്റിയും സിവിൽ വാറും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖല തിരിച്ചടി അല്ലെങ്കിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയും സമ്പദ് മേഖലയായിരിക്കും. കാരണം ആഭ്യന്തരമായിട്ടും അല്ലെങ്കിൽ വിദേശത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാർ വിദേശത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ആഭ്യന്തരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സമ്പദ് വ്യവസ്ഥ തീർച്ചയായിട്ടും താഴേക്ക് പോവുകയും കടുത്ത പ്രതിസന്ധി നേരിടുകയും ചെയ്യും. അപ്പോൾ വിദേശ കമ്പനികളൊക്കെ തന്നെ ഇവിടുന്ന് ഓർഡറുകളൊക്കെ അവർ പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആണല്ലോ, അതുകൊണ്ടാണല്ലോ 84% അവരുടെ ഫോറിൻ കറൻസി റിസർവ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പം കൂടുതൽ എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ മേഖല നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദേശത്തു നിന്നുള്ള ഓർഡേഴ്സ് അതിനകത്തിൽ നിന്ന് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിക്ക് അത് കാരണമാവുകയും. ഇപ്പോൾ വ്യവസായികളുടെയും വ്യവസായ ഗ്രൂപ്പിൻ്റെയൊക്കെ പരാതി ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ് യുനെസിൻ്റെ, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭരണത്തിനെ അവിടെ കൊണ്ടുവച്ചത് സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി തന്നെയാണ്, രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണ്. അല്ല രാജ്യത്തെ നന്നാക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് മേഖലയെ ഷെയ്ഖ് ഹസീനയുടെ കാലത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനൊന്നുമല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വ്യവസായികൾക്ക് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയും, അതായത് യുനെസ് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വ്യവസായികൾ പറയുമ്പോൾ തന്നെയും, യുനെസ് ഗവൺമെൻറ് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് യുനെസ് ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കി വെക്കപ്പെട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇൻസെൻറ്റീവുകളൊക്കെ ഉണ്ട്, സബ്സിഡികളാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ നിർത്തലാക്കുന്നത് ഗവൺമെൻറ് തുടർന്നു കഴിഞ്ഞാൽ, കാരണം തീർച്ചയായിട്ടും ഇങ്ങനെയാണല്ലോ പോളിസീസ്
ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പോളിസീസ് കൂടെ ആണല്ലോ സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ സമ്പദ് മേഖലയൊക്കെ തകർക്കുകയും രാജ്യത്തെ തകർക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് പരുവത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ അവിടെ കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പവേഴ്സിൻ്റെ ലക്ഷ്യങ്ങളും അവരതിൽ കൂടെ നേടിയെടുക്കുന്ന അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബംഗ്ലാദേശ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇന്ത്യക്ക് അത് എത്രത്തോളം നേട്ടം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അതിനിടയ്ക്ക് പട്ടാളത്തിൻ്റെ അട്ടിമറി, യുഎസ് ഗവൺമെൻറ്റിൽ കടുത്ത അമർഷവും അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷനും പൊതുവേ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനകത്തിൽ പട്ടാളത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും പട്ടാള അട്ടിമറി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. അപ്പം ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ ഭരണം മോശമാണെന്നും പറഞ്ഞ് അവരെ അവിടുന്ന് രാജ്യം വിടാൻ കാരണമാകുകയും യുഎസ് വരികയൊക്കെ ചെയ്തിട്ടും ജനങ്ങൾക്ക് ഇപ്പോഴ് യുഎസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ തന്നെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശങ്ങൾ. ഈ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അണിക്കല്ലായ അല്ലെങ്കിൽ ബാക്ക് ബോൺ ആയിട്ടുള്ള സെക്ടറിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സമ്പദ് വ്യവസ്ഥ മൊത്തമായിട്ട് കൂപ്പുകുത്തിക്കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ പല നാടകീയമായിട്ടുള്ള വിഷയങ്ങൾ ബംഗ്ലാദേശിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഈ പറഞ്ഞ ഒരു കാര്യം എത്രത്തോളം ഗുണകരമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബംഗ്ലാദേശിൻ്റെ പൊതുവെയുള്ള, കാരണം ദശാബ്ദങ്ങളായിട്ട് ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ അവരുടെ ക്ലോത്തിങ് ഫാക്ടറീസ് അല്ലെങ്കിൽ ഫാഷൻ എന്താണ് പറയുന്നത് ക്ലോത്തിങ് വ്യവസായങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കാരണം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു മേഖലയിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ വിയറ്റ്നാം ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, അല്ലെങ്കിൽ ചൈന ആയാലും ശരി, ഇതുപോലുള്ള രാജ്യങ്ങളെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അവർ വളരെ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേബർ ഉണ്ട്, അവരുടെ മാനുഫാക്ചറിങ് എക്സ്പെർട്ടൈസ് ഉണ്ട് സ്പെഷ്യലായിട്ടുള്ള. അത് ഈ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇതുവരെ നേടിയെടുക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അത് ലോകത്തെല്ലാം അങ്ങനെയാണ്. നമ്മൾ പല രാജ്യങ്ങൾക്ക് പല സവിശേഷതകളാണുള്ളത്, പല മേഖലകളാണ് അവർ. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്ത സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഈ ഒരു മേഖലയുടെ വളരെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ ഇപ്പോൾ അത് ഫേസ് ചെയ്യുന്ന ക്രൈസിസ് ഈ പുതിയ ഭരണ മാറ്റത്തിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നുണ്ട്. ഫാക്ടറികളെല്ലാം അടയ്ക്കുന്നുണ്ട്, ശമ്പളം അല്ലെങ്കിൽ വേതനം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ വേതനം കുറയ്ക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുവരെ ബംഗ്ലാദേശിനുണ്ടായിരുന്ന ആ ഒരു ലേബർ ഉണ്ടല്ലോ, അതായത് ലോകത്തിൻ്റെ ഗാർമെൻറ്റ് പവർ ഹൗസ് ആയിരുന്നു അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഫാക്ടറി ആയിരുന്നുള്ള ലേബൽ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കുള്ള ക്രൈസിസ് ആണോ അതോ മീഡിയ ഊതിപ്പെരിപ്പിക്കുന്നതാണോ എന്നൊക്കെയുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം ബംഗ്ലാദേശ് എന്ന രാജ്യം ഈ പറഞ്ഞ മേഖലയിൽ മാത്രമല്ല, എനർജി ക്രൈസിസ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ അൺറസ്റ്റ് ഉണ്ട്, ക്ലൈമറ്റ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ പല പല മേഖലകളിൽ ഉള്ള പ്രതിസന്ധികൾ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ശക്തമായിട്ടുള്ള മേഖലയും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പല ബ്രാൻഡുകളും പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശ് വിട്ടുപോകാൻ അവർ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുപോലൊരു ഫെർട്ടലായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്ത്യയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, ഇന്ത്യക്ക് നേരിയ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും ബംഗ്ലാദേശുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ വന്ന് ഫാക്ടറി തുടങ്ങി പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ കമ്പനികൾക്കൊന്നും തന്നെ അത്ര ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ട് പോകുന്നത്ര അവർക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിന് നമ്മളെക്കാളും ഉള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോവർ കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു, ലോ ലേബർ കോസ്റ്റ് ആണല്ലോ എപ്പോഴും കോർപ്പറേറ്റ്സ് മാനുഫാക്ചറേഴ്സ് നോക്കുന്ന എന്താണ് ഇവിടെ ഉൽപ്പാദന ചെലവ്. ആ ഉൽപ്പാദന ചെലവിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുടെ വേതനമായിരിക്കാം. തൊഴിലാളികളുടെ വേതനം, കാരണം ചൈനയൊക്കെ സാമ്പത്തികമായി പുരോഗതി നേടിയത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലോ കോസ്റ്റ് വേജിൻ്റെ അല്ലെങ്കിൽ ലോ വേജിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. ഏറ്റവും തുച്ഛമായിട്ടുള്ള ശമ്പളം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത് അവരെ ഫാക്ടറികളിൽ വിന്യസിച്ച് അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കോർപ്പറേഷൻസ്, വലുതും ചെറുതായിട്ടുള്ള കോർപ്പറേഷൻസ് ചൈനയിൽ വന്ന് ഫാക്ടറീസ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം തുടങ്ങി. അങ്ങനെയാണ് ചൈനയുടെ ശരിക്കും പറഞ്ഞുള്ള സമ്പദ്
വളർച്ചയുടെ അടിസ്ഥാനവും തുടർച്ചയും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ചൈനയിൽ ആ ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചൈനയ്ക്ക് എക്കണോമിക്കലി അവർ വളർന്നുകൊണ്ട് അവർക്ക് ഇപ്പോഴും ആ ഒരു അവരുടെ ഇനിഷ്യൽ മോഡൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ അവർക്ക് ആശ്രയിക്കാൻ സാധിക്കത്തില്ല. അത് വേറൊരു സംസാര വിഷയമാണ്, സബ്ജക്റ്റാണ്. നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ സംസാരിക്കാം. അപ്പോൾ ലോ കോസ്റ്റ് അല്ലെങ്കിൽ ലോവർ കോസ്റ്റ്, ചീപ്പർ വേജസ്, ചീപ്പ് ലേബർ എന്നൊക്കെ പറയുന്ന നമ്മൾ സാധനം ബംഗ്ലാദേശിൽ ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെക്കാളിലും തീർച്ചയായിട്ടും മാനുഫാക്ചറേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ഓണേഴ്സിനൊക്കെ ബംഗ്ലാദേശിൽ ഫാക്ടറി തുടങ്ങി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് ഇപ്പോഴും. അതാ കാരണം നമുക്കറിയാം, ഒരു ഫാക്ടറിയെ സംബന്ധിച്ച്, ബിസിനസ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ ചിലവെന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേജസ്, സാലറി ഇതുപോലുള്ള മേഖലയിലായിരിക്കും നല്ലൊരു ശതമാനം അവരുടെ എക്സ്പെൻഡിച്ചർ പോകുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് കൂലി കൊടുത്ത് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഗ്ലോബൽ കോർപ്പറേഷൻസ് അവരവരുടെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും എല്ലാം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷൻസ്, കമ്പനീസ്, മാനുഫാക്ചേഴ്സ് എല്ലാം തിരഞ്ഞെടുത്തൊരു ഏരിയ ബംഗ്ലാദേശാണ്. കാരണം ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഇൻഡസ്ട്രിയാണ്, വളരെ എഫിഷ്യൻ്റായിട്ടും ഹൈലി സ്കിൽഡായിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ട് ഇന്ത്യയെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ട്രേഡ് എഗ്രിമെൻറ്റ്, യൂറോപ്യൻ യൂണിയൻ അതുപോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് എക്സ്പോർട്ട് വളരെ ചീപ്പായിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ ചെയ്യാൻ സാധിക്കും. സപ്ലൈ ചെയിൻ സ്റ്റെബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ബംഗ്ലാദേശ് ഈ പറഞ്ഞ മേഖലകളിൽ പ്രത്യേകിച്ച് എക്സ്റ്റെൻസീവായിട്ടുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊന്നും കാണാത്ത സവിശേഷതകളാണ് ബംഗ്ലാദേശിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ട മേഖലയിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പം ബംഗ്ലാദേശിന് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുമ്പോൾ, അല്ലെ ബംഗ്ലാദേശിൽ ഈ ഒരു ക്രൈസിസ് തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാരണം തീർച്ചയായിട്ടും കമ്പനികൾക്ക്, ഉൽപ്പാദകർക്ക് അവിടെ തുടരാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും ഉണ്ടാകത്തില്ല ഈ മേഖലകളിൽ. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന കമ്പനികൾ ഒരുപക്ഷെ അവിടെ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ അവർക്ക് മെച്ചപ്പെട്ട ഒരു സ്ഥലമായിരിക്കുമോ ഇല്ലെന്നുള്ളതാണ്. കാരണം ഇന്ത്യയും ഈ മേഖലകളിൽ ടെക്സ്റ്റൈൽ സെക്ടർ, ഗാർമെൻറ്റ് സെക്ടർ ഗ്ലോബലി നോക്കുമ്പോൾ ഇന്ത്യയും അത്ര മോശപ്പെട്ട ഒരു പൊസിഷനിലൊന്നുമല്ല. പക്ഷേ ബംഗ്ലാദേശിൻ്റെ അത്രയും നമ്മൾ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പറ്റീറ്റർ ഇന്ത്യ തന്നെയാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുണ്ട്. അപ്പം ബംഗ്ലാദേശിൽ നിന്നും അവർ മാറി ഫാക്ടറികൾ സ്ഥാപിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യ അവരുടെ ഒരു ഫേവേർഡ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിലൊക്കെ വളരെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്സ്റ്റൈൽസിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വളരെ കാര്യമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എക്സ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അത്രയ്ക്ക് വലിയൊരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ തന്നെ വിറ്റഴിച്ച് അവർക്ക് വൻ ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ കൂടുതൽ എക്സ്പോർട്ടിനെ ആശ്രയിക്കുന്നില്ല, ഡൊമസ്റ്റിക് കൺസംഷനെയാണ് നമ്മളെപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ഹൈ ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ കോംപ്ലക്സ് റെഗുലേഷൻ, ഇവിടുത്തെ നിയമങ്ങൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മോശപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അത് ഇപ്പോഴും ബംഗ്ലാദേശിനെ ഇന്ത്യയെക്കാളിലും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഈ മേഖലയിലുണ്ട് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ, സപ്ലൈ ചെയിന്, അതുപോലെ തന്നെ ഈ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ, പിന്നെ ലേബർ കോസ്റ്റ് ബംഗ്ലാദേശിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ മേഖലയൊക്കെ നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഫാക്ടറികൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഗവൺമെൻറ് ക്രിയാത്മകമായിട്ട് ഇടപെട്ട് നിയമങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ ലേബർ കോസ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമ്പനി നടത്തുന്ന ആൾക്കാർക്ക് ഇച്ചിരി ഫേവറബിളായിട്ട് അവർക്കൊരു അവസ്ഥ നേരിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ചീപ്പ് ലേബർ ഇന്ത്യയിൽ ഒരു മേഖലയിലും അവൈലബിൾ അല്ല എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴും മാനുഫാക്ചറിങ്ങിൽ നമ്മൾ കൂടുതൽ മെച്ചപ്പെടാൻ നമുക്ക് സാധിക്കാത്തത്. വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ചീപ്പ് ലേബറിൻ്റെ അഭാവം തന്നെയാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ വിയറ്റ്നാം ആയാലും ശരി, ചൈന ആയാലും ശരി, ഈവൻ ബംഗ്ലാദേശ് ആയാലും ശരി,
അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയാലും ശരി, ഫിലിപ്പൈൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾ, തായ്വാൻ അല്ലെങ്കിൽ തായ്ലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ, തായ്വാൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ വിയറ്റ്നാം വിയറ്റ്നാം, ചൈന അല്ലെങ്കിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, മെക്സിക്കോ, ഇപ്പോഴും ഇന്ത്യയിലെ ലേബർ ചീപ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മാനുഫാക്ചറേഴ്സ്, ഗ്ലോബൽ മാനുഫാക്ചറേഴ്സ് ഇപ്പോഴും പിന്നെ മാസീവായിട്ട് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് വളരെ കുറവാണ്. അപ്പം ബംഗ്ലാദേശിലെ ഈ ഒരു ക്രൈസിസിനെ നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും വരും കാലങ്ങളിൽ അതിനെ നോക്കിക്കണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഗാർമെൻറ് സെക്ടറിനും ഒട്ടും അനുയോജ്യമല്ല, അനുകൂലമല്ല എന്നാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത് ഇന്ത്യക്ക് കൂടുതൽ പ്രയോജനകരമാക്കണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ പിന്നെ ഗാർമെൻറ് സെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇപ്പോൾ ചീപ്പ് ലേബർ അവൈലബിൾ ആയാൽ മാത്രമേ എന്തോരം ഫാക്ടറീസ് വന്ന് കൂടുതൽ ഫാക്ടറികൾ തുടങ്ങാനും തുറക്കാനും ഒക്കെ അവർ തയ്യാറാകത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഇതിനകത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തും, അതിനെ ഈ ക്രൈസിസ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത്, കാരണം മറ്റൊരാളുടെ നഷ്ടം നമ്മളുടെ ലാഭമാകും, ഒരാളുടെ നഷ്ടം വേറെ ആളുടെ ലാഭം ആകണമല്ലോ. അപ്പം നമുക്ക് എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ, ഈ അവസ്ഥയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.